സംഘത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടു സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 90-കളിൽ തൊട്ട് ഒരു 92 വരെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയൊക്കെയാണ് ഉണ്ടായത്. അതിലുപരി അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമായിട്ടുള്ള നീലംപേരൂരാണ് ഞാൻ എന്റെ സർവീസ് ആദ്യം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടുത്തെ വളരെ സാംസ്കാരിക സമ്പന്നമായ ഒരു സ്ഥലമാണ് നീലംപേരൂർ. നീലംപേരൂർ പടയണി എന്നൊക്കെ പറയുന്നത് ഒരിക്കലെങ്കിലും ഒരു മനുഷ്യൻ ആയുസ്സിൽ കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ നിർമ്മിക്കുന്ന വാഴനാരും താമരപ്പൂവും അവയുടെ നിറവൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അന്നങ്ങൾ, നീലംപേരൂർ പടയണിയുടെ അന്നങ്ങൾ ലോക പ്രശസ്തമാണ്. അത് കാണുവാനായിട്ട് നമ്മുടെ നാട്ടുകാരും ചെന്നില്ലെങ്കിലും 11-12 ദിവസം വിദേശികൾ ഉറക്കം ഒഴഞ്ഞ് അത് കണ്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കണ്ട് അവിടെ വരുന്ന ആ ഒരു പ്രശസ്തമായ നാട്ടിന്റെ നീലംപേരൂരിന്റെ പുത്രനാണ് പ്രിയപ്പെട്ട PN പണിക്കർ സാർ. എന്തായാലും ഈ ദിവസം നിങ്ങളോട് സംവദിക്കാൻ എനിക്ക് ഇങ്ങനെ ശരിയായ നന്ദിയുണ്ട്. പിന്നെ ഞാൻ ജോമാഷിനോട് സിസ്റ്ററിനോടൊക്കെ നന്ദി പറയുന്നു. നമ്മളുടെ ഇന്നത്തെ ദിവസം ഇവിടെ പറഞ്ഞു കേട്ട് വായന, അതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. വായന മരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളെന്ന് പറയും. കാരണം എന്റെയൊക്കെ ഒരു യൗവനകാലം തൊട്ട് വായന മരിക്കുന്നു കൃത്യമായിട്ടും മാതൃഭൂമി ബുക്സിന്റെ DC ബുക്സിന്റെ ഒരു നല്ല എന്താ പറയുന്ന അവരുടെ കസ്റ്റമർ എന്ന നിലയിൽ എല്ലാ ആഴ്ചകളിലും അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ പുസ്തകങ്ങളുടെ നിലവാരം വർദ്ധിക്കുന്നത് കണ്ടിട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഇപ്പൊ ഇവിടെ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇവിടെ നമ്മളുടെ വെൽക്കാർട്ടസ് നടത്തിയ ശ്രീമതി റീന ടീച്ചറിന്റെ മലയാളം, ഞാൻ ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചറുടെ മലയാളം എന്നെ ഞെട്ടിച്ചു കാണും. അതിനേക്കാളുപരി ഇംഗ്ലീഷുകളെ തികച്ചും, കാരണം ഞാൻ ഇതുപോലെ 2 സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് പകുതി മലയാളവും പകുതി ഇംഗ്ലീഷുമായി സംസാരിക്കുന്നത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഭാഷയ്ക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാവം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എയിം മാത്രമേ ഉള്ളൂ. അപ്പം പക്ഷെ ഈ ടീച്ചർ സംസാരിച്ചു കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് എത്രമാത്രം ആ ഭാഷയിൽ ഒരു എന്താ പറയാ ജ്ഞാനം ഉണ്ടാവുമെന്ന് വളരെ കൃത്യമായിട്ട് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റി. ടീച്ചറിനെ ഞാൻ വളരെ നന്നായി അഭിനന്ദിക്കുന്ന കാര്യം. അടുത്തത്, നിങ്ങളെല്ലാവരും വായിക്കുന്നവരാണ്. ഒരു തരത്തിൽ വായനകൾ എങ്ങനെയാണ്, ഞാൻ വായന എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. വായനകളാണ്, നിരന്തരമായ വായനകളാണ്. ഒരു പുസ്തകത്തിലൂടെ, എന്തിനാണ് പുസ്തകം എന്ന് പറയുന്ന വാക്കിനെ ഇല്ലെങ്കിൽ നമുക്ക് 2 തരത്തിൽ കൂടി വ്യാഖ്യാനിക്കണം. അത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പുസ്തകവുമാണ് പുസ്തകവും. പുസ്തകം എന്ന് വെച്ചാൽ പുത്തനായിട്ട് എന്തോ അകത്ത് വെച്ചുകൊണ്ടാണ് ഓരോ പുസ്തകവും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ പുസ്തകമാണ്, നിങ്ങൾക്ക് അറിയാത്ത എന്തിനെയൊക്കെയോ ഒളിച്ചു വെച്ചിട്ടാണ് ഓരോ പുസ്തകവും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് പുസ്തകം വായിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. പുസ്തകം വായിക്കുക മാത്രമല്ല, പത്രം വായിക്കണം. പത്രം, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ എഴുത്തുകളൊക്കെ കാണുമ്പോൾ ഏറ്റവും ഒരു 40-45 വയസ്സുള്ളവർ വരെ എഴുതുന്നതിനകത്തുള്ള അക്ഷരത്തെറ്റുകൾ കണ്ടിട്ട് അന്തം വിടാറുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റി. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭാഷ എല്ലായ്പ്പോഴും നവീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മലയാളം തന്നെ ഒരു ഇപ്പൊ ഞാൻ സിസ്റ്ററൊക്കെ പഠിച്ച കാലത്ത് അധ്യാപകൻ എന്ന് എഴുതുന്നത് ദായും ഒക്കെ ചേർത്തിട്ടാണ് എഴുതുന്നത്. ഇപ്പം അരന്ന് കിടക്കുന്ന ഇതാ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഭാഷയിൽ എന്താണ്, നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഷയിൽ ആ ഒരു വ്യവഹാരം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളം പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ വായിക്കണം. എഡിറ്റോറിയലുകൾ വായിക്കുമ്പോൾ, കാരണം അവർക്കാണ് ഇതിനെപ്പറ്റി കൃത്യമായും ആ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവുകൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുസ്തകം മാത്രമല്ല പത്രവും വായിക്കണം. അപ്പൊ പുസ്തകത്തിന് വേണ്ടിയിട്ട്, പുസ്തകം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ വായിക്കുക എന്നുള്ളതോടൊപ്പം കവിതകൾ ഉറക്കെ ചൊല്ലുക എന്നുള്ളതും കൂടെ ഒരു ശീലമായി മാറണം. നിങ്ങളുടെ ശ്വാസഗതികളെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഉച്ചാരണത്തെയും അക്ഷരസ്ഫുടതയും ഒക്കെ വളരെ കൃത്യമായിട്ടും എന്താ പറയുക, അളന്ന് കുറിച്ച് കൃത്യമായി നമുക്ക് വെളിവാക്കി തരുവാൻ ഇത്തരത്തിലുള്ള ഉറക്കെ ചൊല്ലലുകൾ ഉണ്ടാവും. നമുക്കിപ്പോ കവിത ആലാപനങ്ങളാണ്, പാട്ടുപാടുന്നത് പോലെയാണ്. പണ്ട് ഏകദേശം 90 വരെ കടമ്മനിട്ടിയുടെ കാലം, ചുള്ളിക്കാടിന്റെയും കടമ്മനിട്ടിയുടെയും അയ്യപ്പന്റെയും കക്കാടിന്റെയും ഒക്കെ കാലത്ത് കവിതകൾ ചൊല്ലുകയായിരുന്നു, ഉറക്കെ ചൊല്ലുകയായിരുന്നു. തെരുവുകളിൽ
വായനശാലയുടെ അങ്കണങ്ങളിൽ അന്ന് ചിലപ്പോൾ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് വരെ കവിത ചൊല്ലലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിൽ ഈ വായന തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് മനസ്സിന് മാത്രമാണോ ഗുണം? ശരീരത്തിൽ ഗുണമുണ്ടോ? എന്തൊക്കെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഒന്ന് പറയും. ശരി, ഞാൻ ഉദാഹരണത്തോടെ കാണിച്ചത് ഓരോന്ന് എഴുതിയിരുന്ന ഓന്റെ വലത് കൈക്ക് ഒന്ന് പോയോ, എന്നിട്ട് ഞാൻ തൊടുന്ന പോലെ ഈ താടിയിൽ നിന്ന് തൊട്ട് കണ്ടുവോ? കൃത്യമായിട്ട് തൊട്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ തൊടുന്നത് പോലെ താടിയിൽ തൊടാനാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി തൊട്ടത് താടിയല്ലല്ല, കവണത്താണ്. ഇരിക്കും. ഇത് ശ്രദ്ധിച്ചോ? ഇത്രയേ ഉള്ളൂ പുസ്തകം വായനയിൽ നമ്മൾ കണ്ടറിയുന്നത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ മൊബൈലിലൊക്കെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളെ നിങ്ങളെ ബാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഞാൻ തൊട്ടതുപോലെ താടിയിൽ തൊടാനാണ്. താടിയൽ എവിടെയുള്ളത്? തൊടില്ല, നമ്മൾ ആരും തൊടില്ല. അപ്പൊ നമ്മളെ ഈ കാർട്ടൂണുകളോ മറ്റു സംവിധാനങ്ങളോ നമ്മുടെ ഇങ്ങനെയാണ്, നമ്മുടെ കാഴ്ചകളെയാണ്. പുള്ളി എന്നെ നോക്കിയിട്ടാണ്, ഞാൻ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ ആ കാഴ്ചകളെ മാത്രം സ്വാധീനിക്കുന്ന തരത്തിലാണ് അതുണ്ടായിരിക്കും. പുസ്തകം മറിച്ച് മറ്റൊരു കാഴ്ചപ്പാടാണ്. അത് മനനം ചെയ്യും. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ്, ആ മനനത്തിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും നമ്മൾ വായിക്കണമെന്ന് പറയുന്നു. ഈ വായിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങളുടെ അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ, ഇവരുമായിട്ട് നിങ്ങൾ കഥകൾ പങ്കുവയ്ക്കാറുണ്ടോ? സ്കൂളിലെ കഥകളൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബാല്യം എങ്ങനെയാണെന്ന്? അവര് പറഞ്ഞു തന്നിട്ടുണ്ടോ? അത്തരം കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയുള്ള കഥകളിലൂടെ നമ്മൾ എന്താണ്, നമ്മൾ സ്വയം ഒന്ന് നവീകരിക്കപ്പെടുകയാണ്. നമ്മൾ അച്ഛനാകാനും അമ്മയാകാനും. അത്തരത്തിൽ 100 കണക്കിന് കഥകളാണ്, 100 കണക്കിന് മാതാപിതാക്കൾ പറയുന്നു, ഇല്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ പറയുന്നു. അവയാണ് നമ്മളെ പുസ്തകങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. ഈ വായനയുടെ ഈ വിശേഷത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായനക്കുള്ളിലൂടെ ഒരു യാത്രക്കാരനാകും. നിങ്ങൾ ടോമോ സ്കൂളിനെ പറ്റി കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ടോമോ സ്കൂളിൽ പോയിട്ടുണ്ടോ? ജപ്പാനിലെ ഒരു പ്രശസ്തമായ സ്കൂളാണ്. പക്ഷെ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ പോകാം. അത് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾക്കറിയോ? ഈ കൊബേഷി മാഷിനെ കാണാം, നിങ്ങൾക്ക് കുറിയോഗിയെ കാണാം, അല്ലേ? തഷിയോക കുറിയോഗി കേട്ടിട്ടുണ്ടോ? ഏതാണ് ഞാൻ പറയുന്ന പുസ്തകം എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, അല്ലേ? ടോട്ടോച്ചാൻ. അപ്പൊ ടോട്ടോച്ചാന്റെ കൂടെ നമ്മൾ വായിച്ചവരൊക്കെ അവിടെ സഞ്ചരിച്ചിട്ടില്ലേ? നമ്മൾ മലയിൽ നിന്നും കടലിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ പങ്കുവെച്ച് കഴിച്ചിട്ടില്ലേ? കൊച്ചു ടോട്ടോയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മളപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തീവണ്ടി മുറിയുടെ ഇതുള്ള ക്ലാസ് മുറികളിലൂടെ നമ്മൾ ഒരു വാതിലൂടെ കയറി മറ്റേ വാതിലൂടെ ഇറങ്ങിപ്പോകും. അത് വായിച്ചവർക്കറിയാം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ, അത്തരത്തിലുള്ള യാത്രകളാണ് മനസ്സിലൂടെ നമ്മൾ മറ്റിടത്തേക്ക് പോകുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചത് പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എസ് ഹരീഷിന്റെ. അതിനകത്ത് സംസ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒപ്പം ഞാൻ കറങ്ങുകയാണ്. ആ കുട്ടിയിൽ ഞാനുണ്ട്, ഞാൻ അറിയാത്ത കുട്ടികളുണ്ട്. പക്ഷേ സംസയുടെ പട്ടിയുടെ പേരാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് ഇഷ്ടപ്പെട്ടത്. ഇലു എന്നാണ് ആ പട്ടിയുടെ പേര്. ടീച്ചറിന് ഒരു പക്ഷേ ഇല്ല, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഞങ്ങൾക്ക് പണ്ട് പഠിക്കുമ്പം ഇലു എന്നൊരു വാക്കുണ്ട്. ഈ ഇലു എന്തിനാണെന്ന് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഈ പഠിച്ചവരാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പഴയ ബാങ്കിന്റെ ബോർഡുകളിൽ, കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡുകളിൽ കായയുടെ താഴെ ഈ ഇലു വെറുതെ ഒരു പട്ടിയെ പോലെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലിപ്തം എന്ന് എഴുതുന്ന ഈ ഇലു ചേർത്തിട്ടായിരുന്നു. ആ ഇലുവിനെ ഒരു പട്ടി, എന്റെ മനസ്സിൽ തോന്നിയാണ്, ഇത് പട്ടിയെ പോലെ കായയുടെ കാൽച്ചൂട്ടിൽ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതല്ലാതെ ഒരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു നോവലിൽ ഒരു പട്ടിയുടെ പേരായിട്ട് ഇലു വരുന്നു. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള നമ്മളുടെ പഴയ ചിന്തകളെ പോലും നവീകരിക്കപ്പെടുകയാണ്. ആ വായനകളിലൂടെ, അങ്ങനെയുള്ള തിരിച്ചറിവുകളിലൂടെ വേണമ്പോൾ, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്ന ഒരു 5 വയസ്സിന് മുമ്പേ എനിക്ക് കിട്ടിയ 3 പുസ്തകങ്ങളിൽ ഒന്ന് ചുക്കും കേക്കും എന്നൊരു പുസ്തകമുണ്ട്. അത് ആരൊക്കെ വായിച്ചിട്ടുണ്ട് ഇവിടെ? ഇത് കൈ നോക്കിയിരിക്കുക. ചുക്കും കേക്കും വായിച്ചവര്? നിങ്ങൾ എത്ര കാർട്ടൂൺ കണ്ടാലും, എത്ര സിനിമ കണ്ടാലും, ചുക്കും കേക്ക് എന്നുള്ള ഒരു പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രയോ ശതമാനം അപൂർണമാണെന്ന് ഞാൻ പറയും.
ഇന്ന് എവിടെയില്ല. ഈ ലൈബ്രറിയിലൂടെ സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ വലിയ പുസ്തകത്തിന് അത്ര വലിയ ഒന്നുമില്ല, 90 രൂപയെ അടുത്ത കാലത്തുള്ളൂ. കാരണം ആ പുസ്തകം ഞാൻ വായിച്ചെന്റെ ഓർമ്മ വെച്ച് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വായിച്ച് കിട്ടാതെ, കേരളം മൊത്തം ഇങ്ങനെ തപ്പിയിട്ടൊന്നും കിട്ടാതെ, പഴയൊന്നും കിട്ടാതെ DC ബുക്സിന്റെ ഒരു ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവരിപ്പോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 വർഷമായിട്ട് അവരിപ്പോ പ്രിന്റ് ഇറക്കുന്നുണ്ട്. അപ്പം ആ പുസ്തകം ഒന്ന് വായിക്കണം. അതേപോലെ അലക്സാണ്ടർ റിസ്കിന്റെ അച്ഛന്റെ ബാല്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ നമ്മളുടെ അച്ഛനും അമ്മയായിട്ട് അടുപ്പം സൃഷ്ടിക്കുകയും നമ്മളുടെ കുട്ടിത്തരങ്ങളെ കുട്ടിത്തരങ്ങളായി തന്നെ നിലനിർത്തുകയും എത്ര വളരുമ്പോഴും നമ്മൾ കുട്ടിയായിരിക്കുകയും മാറുവാനായിട്ടും ഉതകുന്ന ഒരു വായനയുടെ കൃത്യമായിട്ടുള്ള ഒരു മുഖം, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മുഖം കൃത്യമായി നല്ല വെടുപ്പായി, അതായത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഫേഷ്യൽ ചെയ്തിരിക്കുന്ന മുഖത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമാനിസം എന്ന് പറയുന്ന ആസ് എ സോഷ്യൽ ബീയിങ്, സാമൂഹ്യ ജീവിതം എന്ന നിലയിൽ നമ്മളുടെ മുഖം മിനുക്കുന്ന ഒരു നല്ല മേക്കപ്പ് ആയിരിക്കും പുസ്തകം വായന എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നേടേണ്ടത് ഏറ്റവും വലിയ നേട്ടം നമ്മൾ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറാവും, എഞ്ചിനീയർ ആവും, പൈലറ്റ് ആവും, അങ്ങനെ നമ്മൾ ഓരോന്നും പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യജീവിയാണ്, ബീങ് എ ഹ്യൂമൻ എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ സംസ്കാര സമ്പന്നമായിട്ടുള്ള നല്ല മുഖമുള്ള നമ്മളുടെ ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതിലേക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് പുസ്തകം. ആ ഉപാധിയെ നമ്മൾ കയ്യിലെടുക്കുക. പണ്ട് പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്ന മനുഷ്യൻ നീ പുസ്തകം കയ്യിലെടുക്കാന്നാ പറഞ്ഞത്. പുസ്തകം തിന്നാനായിട്ടല്ല പറഞ്ഞത്. വിശപ്പിനെ ഈ ലോകത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ നമ്മളുടെ സാമൂഹ്യ ജീവിതം, നമ്മളെ സാമൂഹ്യ ജീവി എന്ന നിലയിൽ കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും ഉതകുന്നതാണ് ഈ വായന. ഈ വായന നിങ്ങൾ പുസ്തകം വായന മാത്രമല്ല, വായിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ അധ്യാപകരും മാതാപിതാക്കളും കുട്ടികൾക്ക് വായിച്ചു കൊടുക്കേണ്ട ചിലതുണ്ട്. അത് ഒന്ന് ഇമോഷനാണ്, വൈകാരികത. വൈകാരികതയെ വായിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളും ഗുരുക്കന്മാരുമാണ്. ഈ വൈകാരികതയെ കൃത്യമായിട്ട് വായിക്കുവാൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് സ്കൂൾ വിടുമ്പോൾ അവർ സ്കൂളിന്റെ വെളിയിൽ തമ്മിൽ തല്ലുകയും മർദ്ദിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഇമോഷനെ കാണുന്നത് പോലെ തന്നെ അവരുടെ പാഷനെ നമുക്ക് വായിക്കാൻ കഴിയണം. അവർക്ക് എന്താണ് പാഷൻ എന്നുള്ളത് അതിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ടും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരുടെ പാഷനോട് അടുപ്പിച്ച് അവരുടെ ഫ്യൂച്ചറിനെ ഓവർകം ചെയ്യാൻ കുട്ടികളുടെ പാഷനെ വായിക്കേണ്ടത് മാതാപിതാക്കൾ ഗുരുക്കളുമാണ്. പിന്നെ കമ്പാഷൻ പരസ്പരം വായിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ തമ്മിൽ. അത് ഞാനിവിടെ ഒരു കവിത ചൊല്ലാം. അപ്പൊ നിങ്ങൾക്ക് ആ കമ്പാഷൻ എന്നുള്ള പറയുന്ന അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതി, പണ്ടിവിടെ നിലയുന്ന ഒരു രീതി മനസ്സിലാവും. ഈ രീതിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഒരു മനുഷ്യജീവി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താവണമെന്ന് ചോദിക്കുന്നിടത്ത്, അല്ലെ, നമ്മളുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടുന്നതാണ് ഞാൻ ആരാവണം, ഞാൻ എന്താവണം, അല്ലെ. ഈ ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് ഈ ഞാൻ ആരാവണം തീരുമാനിക്കുന്നത് കുട്ടികളാണ്, ഞാൻ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളുമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നുമില്ല, എന്നെ ആരാക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതാരാണ്? നമ്മളുടെ ചുറ്റുപാടുകളാണ്, നമ്മളുടെ സമൂഹമാണ്. നമ്മൾ എങ്ങനെയൊക്കെ നേരിട്ട് പോയാലും നമ്മളുടെ സമൂഹം നമ്മളെ നേരെ ചൊവ്വേ ജീവിക്കാൻ വിടുന്നില്ല എങ്കിൽ നമ്മൾ മറ്റെന്തുമായി തീരും. അതിന്റെ മലയാള സിനിമയിൽ കിരീടം എന്നും പറഞ്ഞൊരു സിനിമയുണ്ട് മോഹൻലാലിന്റെ. SI ആകാൻ പോകുന്ന ആള് എന്തായി തീരുന്നു? സ്ട്രീറ്റ് ഫൈറ്ററായി തീരുന്ന, ഇല്ലെങ്കിൽ തെരുവ് ഗുണ്ടയായി തീരുന്ന ഒരു കഥ. അവിടെ എല്ലാം ഉണ്ടായിട്ട് സമൂഹമാണ് അയാളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിയോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും തുണയായിരിക്കുന്നത് നമ്മളുടെ അനുഭവങ്ങളാണ്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ആ അനുഭവങ്ങളെ ആർജിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വായന. ആ അനുഭവങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നത് വായനയിലൂടെ ഒരാളുടെ അനുഭവമല്ല, ഒത്തിരി പേരുടെ അനുഭവം എത്തുന്നു. നമുക്ക് കൃത്യമായിട്ട് അവസരങ്ങളെയും മറ്റും വിശകലനം ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ സാധ്യതകൾ കണ്ടെത്തുവാൻ കഴിയുന്നു. അങ്ങനെയാണ് നമ്മുടെ പുസ്തകങ്ങളെ കാണേണ്ടത്. പുസ്തകം കേവലം മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, പുസ്തകം ഒരു തുടർച്ച, വായന എപ്പോഴും ഒരു തുടർച്ചയാണ്. എന്റെ ജീവിതത്തിൽ ഞാനൊക്കെ എടുത്തൊരു തീരുമാനമുണ്ട്. ഞാനൊക്കെ ജോബാഷോട് പറയും, ചില സമയത്ത് സംസാരിച്ചിരിക്കുമ്പോൾ, ഒരു ദിവസം 150 പേജെങ്കിലും വായിച്ചില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ 150 പേജ് വായിക്കാൻ ചിലപ്പോൾ 1-1.5 മണിക്കൂർ മതിയാവും.
അപ്പൊ ഈ 150 പേജെങ്കിലും നമ്മൾ കൃത്യമായിട്ട് വായിക്കുക എന്നത് നമ്മുടെ പല വീഴ്ചകളിലും നമുക്ക് പലപ്പോഴും തിരിച്ച് കയറി പോകുവാൻ നമുക്ക് കിട്ടുന്ന ഒരു പിടിവള്ളി കൂടിയാണ്. എന്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല മാർഗം മേടിച്ച് സ്കൂളിൽ പോയി കോളേജിന്റെ ഏറ്റവും നല്ല തുറന്ന സാധ്യതകൾ കണ്ടപ്പോൾ പ്രീ ഡിഗ്രിക്ക് 8 നില പൊട്ടിപ്പോയാണ്. തിരിച്ചു കയറി വരുന്നത് ഇതേപടിയുള്ള വായനകളുടെ ബലത്തിലും പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഗുരുക്കളുടെ പിൻബലത്തിലുമാണ്. അപ്പം അത്തരത്തിലുള്ള പിൻബലങ്ങൾ ഇല്ലെങ്കിൽ സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നതിന് വായന വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് വായനയെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും കിട്ടാവുന്ന കുറച്ച് ബാലരമയോ പണ്ടൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വായിച്ചിരുന്നത്. പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, വിക്രമാദിത്യൻ കഥകൾ, അമർചിത്ര കഥകൾ, ഇതൊക്കെ വായിച്ച് ക്രമേണ അന്ന് പൈങ്കിളി പ്രസ്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന പുസ്തകങ്ങളുടെ എല്ലാ തിങ്കളാഴ്ച ഇറങ്ങുന്ന മംഗളം, ചൊവ്വാഴ്ച ഇറങ്ങുന്ന മനോരാജ്യം, ബുധനാഴ്ച പൗരധ്വനി ഇറങ്ങും. ഇതുമൊക്കെ നമുക്ക് ഓരോ ദിവസവും വായിക്കുവാൻ ഇതിന്റെ ബാക്കിക്ക് വേണ്ടി അടുത്ത തിങ്കളാഴ്ചകളും അടുത്ത ബുധനാഴ്ചയ്ക്കും കാത്തിരുന്ന് ഇതിനിടയ്ക്ക് ബോബനമോളിയുടെയും കുസൃതി, ലാലുലീലയുടെയും കുസൃതിയും വായിച്ച് ഡിങ്കന്റെ മായാവിയുടെയും കരുത്തുമൊക്കെ കണ്ട് വായനകളിലൂടെ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് അതിന് ആകാതെ പറഞ്ഞത് 6 ഇഞ്ച് 8 ഇഞ്ച് ചതുരങ്ങളിലേക്ക് മുഖം കുനിക്കാൻ കാഴ്ചവെച്ച പുതിയ സാങ്കേതികതയാണ്. പക്ഷെ അതിനെ തള്ളിക്കളയണമെന്നും പറയത്തില്ല, അതിനകത്തും വായനയുണ്ട് അല്ലെ. ഈ ഡിജിറ്റൽ വായനകൾ നമ്മളുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായന മറ്റൊന്നാണ്. ഡിജിറ്റൽ വായന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൂ. താടിയലി കുത്താൻ പറഞ്ഞാൽ കവളത്ത് കുത്തുന്നത് പോലെയുള്ളൂ, അത് കാഴ്ചയാണ്. പക്ഷെ മനനം നടക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകത്തിന്റെ എന്താ പറയുന്ന ചാലുകളിലൂടെ ഇല്ലെങ്കിൽ അതിന്റെ ഉൾപേജുകളിലൂടെ കടന്നുപോയി വരികൾക്കിടയിൽ വായിക്കുവാനുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു കിട്ടുന്നതിനെ നമ്മൾ മനനം ചെയ്തെടുക്കുക. അപ്പൊ എന്നോട് ഒരിക്കൽ എന്റെ ഇളയ മകൾ എന്നോട് ചോദിച്ചു, അച്ഛാ കണക്ക് വായിക്കാൻ പറ്റും? കണക്ക് വായിക്കാം, കണക്കിനെ വായിക്കാം. എങ്ങനെ വായിക്കാം? ഈ കുട്ടിയോട് ഞാൻ കണക്ക് വായിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കാൻ വേണം. ഒന്ന് എഴുതേക്കോ? 35 35 × 35 എത്രയാ? ചിരിക്കുന്നു. അല്ല, ഇത് എനിക്കും അറിയില്ല, ഞാൻ ചോദിച്ചതെന്ന് എനിക്കറിയാവുന്നോണ്ടില്ല. പക്ഷെ കണക്കിനെ വായിക്കാൻ പറ്റും. അങ്ങനെ ഒരു വായന എന്റെ പിതാവ് എനിക്ക് സാധ്യമാക്കി തന്നിരുന്നു. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പുസ്തകം എന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വായിച്ചു പഠിക്കണം. ആ പുസ്തകത്തിന്റെ പേര് വേദിക് മാത്തമാറ്റിക്സ് എന്നായി. ഈ വേദിക് മാത്തമാറ്റിക്സിൽ 35 × 35 12 25 ആണെന്നും 36 × 34 12 24 ആണെന്നും 37 × 33 12 21 ആണെന്നും വളരെ കൃത്യമായിട്ട് എളുപ്പത്തിന് കണക്ക് വായിച്ചു പറഞ്ഞു പോകുന്ന പോലെ പറയാൻ പറ്റും. വായനയുടെ ഗുണമാണ്. ഞാൻ ചെയ്ത ഒരു തന്ത്രം അങ്ങോട്ട് പറഞ്ഞു തരാം. 35 × 35 5 25 ഇവിടെ എഴുതുക. 3നെ തൊട്ടടുത്ത സംഖ്യയായിട്ട് 3 × 4 12 ഇപ്പുറത്ത് എഴുതുക. 1225. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, 125 × 125 156 25 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ ഉൾക്കാഴ്ചകളെ, നമ്മളുടെ അറിവുകളെ, ഈ പുസ്തകങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പഴയ കാലത്തുണ്ടായിരുന്ന വേദകാലത്തിലുണ്ടായിരുന്ന കണക്കുകളുടെ സാഖ്യ സമ്പ്രദായങ്ങളെ നമ്മളെ പറ്റി പഠിപ്പിക്കാതെ ആണ് നമ്മൾ ഇപ്പൊ കഴിയുന്ന നമ്മൾ വഴിക്കണക്കുകൾ ചെയ്യുന്നത് അല്ലെ. പഠിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും കടയുടെ പേരായിട്ട് മാത്രം കണ്ട ഒരു ജനതയാണ് ഞാൻ മാത്സ് ആണ് പഠിച്ചത്. പക്ഷേ മാത്സിൽ നിന്ന് പിന്നെ കൊമേഴ്സിലേക്കൊക്കെ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാം വായിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ടീച്ചർമാര് വായിച്ചിരുന്ന ഇമോഷനും പാഷനും കമ്പാഷനും വായിക്കണം. അതിൽ നിന്ന് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങൾ മാറുവാൻ, നിങ്ങൾ നല്ല ഒരു ലോകത്തിന് അടയാളപ്പെടുത്തുന്ന, നിങ്ങളെ കൃത്യമായും അടയാളപ്പെടുത്താം. നിങ്ങളെ അടയാളപ്പെടുത്തുന്ന, നിങ്ങളുടെ പൂർവികരെ അടയാളപ്പെടുത്തുന്ന, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തെയും നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്തിൽ തന്നെ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു നല്ല ഭാവിക്ക് ഈ വായനാ ദിനം ഒരു കാരണമാവട്ടെ എന്ന് ആശംസിച്ച് ഒരു കവിതയോടുകൂടി നിർത്താം. ആ കവിത ഞാൻ ആലപിക്കുന്നത് കവിത ചൊല്ലലാണ്, ആലപിക്കുന്നില്ല, ഞാൻ പാട്ടുകാരനല്ല. പക്ഷെ ആ കവിതയ്ക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കവിതയാവും. മുഹാത്മൻ എന്ന് പറയുന്ന കവിയുടെ, അദ്ദേഹം കവിയും നാടകൃത്തുമൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാകും കൈകുട്ടി കേട്ടോ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാതി, ആ നാട്ടിൽ പുഴയുണ്ടാതി, പുഴയിലേണ്ടാതി, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാതി,
ആ നാട്ടിൽ പുഴയുണ്ടാകെ പുഴനിറയെ നീണ്ടാകെ ആ നാട്ടിൽ വയലുണ്ടാകെ വയലുറയെ കഥയുണ്ടാകെ ആ നാട്ടിൽ വയലുണ്ടാകെ വയലുറയെ കഥയുണ്ടാകെ കിളിയുണ്ടാകെ കിളികൾ പാട്ടുണ്ടാകെ കരത്തിന്നും കിളികളുണ്ടാകെ കിളികൾ പാട്ടുണ്ടാകെ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാതെ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാതെ ഒരു നാളുടെ കണ്ണീർ നിന്നായി ഒട്ടേറെ ആളുകളുണ്ട് ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാതെ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാതെ അന്നും പല മതമുണ്ടാകെ അന്നും പല മതമുണ്ടാകെ അതിലേറെ ഉണ്ടാകെ അന്നും പല മതമുണ്ടാകെ അതിലേറെ ഉണ്ടാകെ എന്റെ പടച്ചോ എന്റെ പടച്ചോ എന്റെ പടച്ചോ എന്റെ പടച്ചോ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലായിരുന്നു. അതായത് ഇവിടുത്തെ ഭക്ഷണം എടുത്ത് അയൽവക്കത്ത് കൊടുക്കുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. ഇവിടെ പല മതങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അതിന്റെ പേരിൽ തല്ലിയിരുന്നില്ല. ആ നാട് എവിടെ പോയെന്നാണ് കവി ചോദിക്കുന്നത്. അത് മരിച്ചുപോയോ, അതിനെ കണ്ടവരുണ്ടോ, അതോ ഇതെന്റെ കിനാവായിരുന്നു? ഒരിക്കലും അതൊരു കിനാവായിരുന്നില്ല. അതിരുകളില്ലാത്ത ഇപ്പൊ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിരുകളില്ലാത്ത ഒരു വലിയ ലോകം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് ആവുന്നത് ചെയ്യാൻ കഴിയും. ആ ചെയ്യാൻ കഴിയുന്ന ആ കഴിവിന് എല്ലാ വളർച്ചയും വളവുമായി വായന തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വായന ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. As a token of love. നെഹ്റുവോ ഇങ്ങനെയുള്ള നമുക്കുള്ള ഈ കാർട്ടൂൺ വരയ്ക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ?
Thank you, sister. Now, as a part of our club inauguration, we are going to have some programs which is held by the different groups. Now let's enjoy a beautiful poem presented by Malayalam Club. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. അക്ഷരത്തേങ്കണം അറിവിന്റെ തേങ്കണം, അവിടുന്നു നമ്മൾ നുകർന്നിടണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർ ചോലയായി ഒഴുകിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വേദമന്ത്രങ്ങളായി ഇതിഹാസ കഥകളായി ആശ സംസ്കാര പെരുമയായി, ശാസ്ത്രമായി ബോധമായി അറിവിൻ നിലാവെട്ടം ഇവിടെ തെളിക്കും ഈ പുസ്തകങ്ങൾ. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ, കരുണാകുലം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തക ചങ്ങാതി കൂടെയുണ്ടാകണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. Respected headmistress, distinguished guests, teachers, and my dear friends. Today is reading day, so I want to talk about history's greatest writer, William Shakespeare. William Shakespeare's works are timeless treasures that continue to captivate readers and audiences alike. On this reading day, I delved into some of his most celebrated plays and sonnets, and I was reminded of the profound impact his writing has had on the literature and arts. Shakespeare's ability to explore the complexities of human nature is unparalleled. His characters are richly developed, often grappling with the themes of love, ambition, betrayal, and the quest for identity. For instance, in Hamlet, we witness the internal struggle of a young prince torn between duty and desire, while Romeo and Juliet presents a poignant tale of love thwarted by family feuds. The language Shakespeare employs is both beautiful and challenging. His use of iambic pentameter and inventive wordplay creates a rhythm that enhances the emotional weight of his narratives. While some may find the Elizabethan English daunting, it is worth the effort to appreciate the depth and nuance of his poetry and prose. Moreover, Shakespeare's influence extends beyond literature. His works have inspired countless adaptations in film, theatres, and even modern literature. His exploration of universal themes ensures that his stories remain relevant, resonating with audiences across generations. In conclusion, reading Shakespeare is not just an academic exercise. It is an invitation to engage with the human experience in all its complexity. On this reading day, I encourage everyone to pick up a Shakespearean text and immerse themselves in the world of one of history's greatest playwrights. Thank you. Now let's listen to a delightful poem from the Hindi Club. हिंदी मेरा ईमान है, हिंदी मेरी पहचान है, हिंदी हूँ मैं, वतन पे मेरा प्यारा हिंदुस्तान है. हिंदी मेरा ईमान है, हिंदी मेरी पहचान है, हिंदी हूँ मैं, वतन पे मेरा प्यारा हिंदुस्तान है. बड़े
चलो हिंदी की टगर ओ अकेले फिर भी मगर मात की कांटे भी देखना फूल बन जाएंगे पल पर हिंदी मेरा ईमान है हिंदी मेरी पहचान है हिंदी हूँ मैं वतन पे मेरा प्यारा हिंदुस्तान है हिंदी हूँ मैं वतन पे मेरा प्यारा हिंदुस्तान है हिंदी हूँ मैं वतन पे मेरा प्यारा हिंदुस्तान है. Moving on, we have a working model presentation from Max Corp. Today, Munisa gave me this to me, and I want to present this to you. This is a type of working model, and it has two types of number in this world: international number and national numbers. In India, it is known as by code, and in international numbers, it is known by billion. जय भारतांबेकी वंदनम हृदय में पुनरुमी वेळയിൽ നാടനും ജീവവായു ഭാരതാംബരമംഗേ ഭാരതാമോചനം ധീരദേശാഭിമാനികളെ സദാം ചോരയും വീര്യവും ജീവനും തിരിച്ച യോദ്ധാക്കളെ സദാം ഹൃദയമേ ഉണരുമീ വേളയിൽ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ जय किसानो जय जवानो जय किसानो जय जवान जय किसानो जय जवानो जय किसानो जय जवान जय जय जया जय देशम जय जय जया जय भारतम शाही मंत्रമായി ഹിന്ദുവും മനുസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും ശാന്തി മന്ത്രമായി ഹിന്ദുവും മനുസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും ഒരു നറുമലരികളും മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻവഴിയിൽ ചാഞ്ഞുറങ്ങി നാം ഇവിടെ ഭാഷവേഷത്തിൻ കീർത്തിയാർന്ന നാടേ ഇനി ഉണരുന്ന ജനതേ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ I am going to do some science experiments. Here I have a thread. At one end of the thread I have a small top, and on the other hand I have a small nut. Now I am balancing this to the stick. Let's see whether it is balanced or not. This is due to angular momentum. Now we have a second experiment. Here you have to bring this bottle up without using both the hands. You have to only use your single hand. Anybody wants to try? Okay, let me try. Now I have one glass jar and I am going to pour some water on this glass jar. Now I am going to place a small paper over this. Let's
Please wait for some seconds and tilt it. Let me release my hand. We can see the water reading fell down. This is due to atmospheric pressure. Now, let's release this paper. Let's see what happened. We can see the water reading fell down. This is due to surface tension. Good morning, everyone. Respected principal, teachers, friends, and the honorable guests who are present here to join to this valuable occasion. Today, we are inaugurating our IT Club 2025-26. On this special occasion, I would like to talk a few words about artificial intelligence. As we all know, the artificial intelligence is playing a big role in our society. The artificial intelligence creates a technological revolution in our country and all around the world. The artificial intelligence creates a new world in our society. The artificial intelligence means it is like giving the brain to the machines. By this, the machines get the power to do the works usually humans can do and another works usually humans cannot do. Mainly this is artificial intelligence. Algorithm, it is act as a brain in artificial intelligence. The AI have so many users that it gives so many decisions to us, advices, animated images which looks like very reality, etc. are the users. And there is an example for AI. The Gemini, as we all know that, it is an AI product. It will gives all the information which we ask any types of question. If it doesn't understand that question, it will tell us, I can't understand that question. This is the peculiarity of AI. Mainly AIs are in two types based on ability and functionality. The AI based on ability are narrow AI, general AI and super AI. The AI based on functionality are reactive machines, limited memory, theory of mind and self-awareness. In nowadays, there are so many types of AI applications are available in our world. Mainly, our daily uses is mobile phone. It has also so many AI products like WhatsApp, Facebook, ChatGPT, Gemini, etc. And the AI have so many merits and demerits. The merits of AI is it will give the information about this whole world, give advices, animated pictures, videos, and decisions, etc. And at the same time, the AI have so many demerits also. By the cracking, hacking, and the people become unemployment, the thinking power of humans' brain will decreases. These all are the demerits of AI. That is, I am coming to say the AI have so many advantages and disadvantages. So use it very careful and be alert. I am concluding my words by reminding one thing: the AI is not a term to determine artificial intelligence. It is a whole chapter which doesn't end. There is no more time to explain it, so I am concluding my words. Thank you for spending your valuable time for me. Thank you. Have a marvelous day. A very good morning to one and all, reverend teachers, non-teaching staff and my dear students. As we know, today we are already inaugurated the reading week programs. So I want to inform you a few things because it's my duty to give the felicitation for this program. I encourage everyone to participate in the various activities planned throughout this week.
from book discussion and talks of others. Let's make this week a memorable one and cultivate a culture of reading that will stay with us forever. I thank you, the organizers of this program, volunteers, and participants for making this event possible. Let's embark on this literary throughout this week. Thank you, Anandu. Thank you, sister. ബഹുമാനപ്പെട്ട സിസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറിമാര്, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് വായനാ ദിനം ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആഘോഷിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മുടെ വിശിഷ്ടാതിഥിയും സിസ്റ്ററും പീറ്റർ പ്രസിഡന്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ 2 വാക്ക് മാത്രം പറയാം. കുഞ്ഞുണ്ണി മാഷ കവിത നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതാണ്. ആ കവിതയിൽ വായിച്ച് വിളയും എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മുതിർന്നവർക്കും എല്ലാവർക്കും, കുട്ടികൾക്കുള്ള കവിതയാണെങ്കിലും എല്ലാവർക്കും വേണ്ടി അത് ആ വാക്കുകൾ, വിളയും എന്ന വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. നമ്മൾ വായിച്ചു കഴിഞ്ഞ് നമുക്ക് വെറുതെ വളർന്നാൽ വിളഞ്ഞു വളരും. അതിനാണ് കുഞ്ഞുണ്ണി മാഷ കവിത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദീപരാജ് സാറിന്റെ വാക്കുകൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഞങ്ങളെ ചെറുപ്പകാലത്തേക്ക് കൊണ്ടുപോയി. പുസ്തക വായന അതൊരു നമ്മുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് കാലത്ത് മൊബൈലും ടിവിയും, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അത് ടി വി പോലും വളരെ അപൂർവമായി ചില വീടുകളിൽ വലിയ ആന്റിന കാണുമ്പോൾ ഈ വീട്ടിൽ ടി വി ഉള്ളത് വിചാരിക്കും. ആന്റിന പോയി, കേബിളായി, ഇപ്പൊ ഒന്നും തന്നെ വേണ്ട, ചെറിയൊരു ഇത് എക്യുപ്മെന്റ് മതി ഒരു ടി വി പ്രവർത്തിക്കാൻ. അങ്ങനെയുള്ള നിങ്ങൾ നല്ല ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്ത കാലഘട്ടത്തിലാണ് വളരുന്നത്. നിങ്ങൾക്കെല്ലാം ഫെസിലിറ്റി ഉണ്ട്, മൊബൈലുണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലം വളരെ മനോഹരമായ കാലമായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ സാറ് കൊണ്ടുപോയിരുന്നു. അതില് നമുക്ക് പുസ്തക വായന, അന്ന് നമ്മൾ എന്റർടൈൻമെന്റ് വേറെ ഒന്നുമില്ല, ബുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൊബൈലൊന്നും ഇല്ല. പുസ്തക വായന എന്നത് പരന്ന വായനയായിരിക്കും, വിശാലമായ വായനയായിരിക്കും. നിങ്ങൾക്ക് അറിവ് നൽകാൻ ഉപയോഗിക്കും. പിന്നെ ഭാഷാശക്തിയും ചിന്താശക്തിയും എല്ലാം വികസിപ്പിക്കാൻ പുസ്തക വായന നിങ്ങളെ വളരെയധികം സഹായിക്കും. നല്ല നല്ല ബുക്കുകൾ വായിക്കുക. ഡിജിറ്റൽ വായനയുണ്ട് എങ്കിലും നിങ്ങളെ കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലത് പുസ്തക വായന തന്നെയാണ്, സ്ക്രീൻ ടൈം അല്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വായിച്ച് വളർന്ന് വിളയുക. അപ്പോൾ പിന്നെ ശാസ്ത്രവും സാങ്കേതികവും വികസിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുതുതലമുറയ്ക്കും വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. ഒപ്പം നമ്മുടെ ക്ലബിന്റെ എല്ലാ ക്ലബിന്റെയും നല്ല തുടർ പ്രവർത്തനങ്ങൾ ആശംസ അർപ്പിക്കുന്നു. Riburaj has come out with a busy schedule, so I would heartfelt thank to Mr. Chief Guest Riburaj for coming out and inspiring us with his motivation. Give us a loud applause, everybody say that.